സംവാദത്തിൽ നിങ്ങൾ കേട്ടോളൂ. ഒരു പകരം നമ്മൾ നേരത്തെ സ്വപ്നം കണ്ടു പറഞ്ഞ മുസ്ലിയാരുണ്ടല്ലോ ജിദ്ദയിലെ, ആ സ്വപ്നം കണ്ടു ആ മുസ്ലിയാർ പറയുന്നു. എന്താണ് അയാൾ പറയുന്നത് അറിയോ? കൊട്ടപ്പുറം സംവാദത്തിന് കാന്തപുര ഉസ്താദല്ലേ സംവാദത്തിന് ധൈര്യം കാണിച്ചു വന്നത്. എത്ര വലിയ വലിയ ആലിമീങ്ങളോട് ഈ ഇതിലൊന്ന് വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ തയ്യാറായില്ല. ഞാൻ വേണമെങ്കിൽ കിതാബിന്റെ അലമാര കൊണ്ടുവരാം, എന്നാൽ എന്നോട് പറയരുത് എന്നാ പറഞ്ഞത്. ധൈര്യം നോക്കണം. എന്ത് കിതാബിന്റെ അലമാര വേണമെങ്കിൽ ഒന്നിച്ച് കൊണ്ടുവരാം, പക്ഷെ ഇത് അവതരിപ്പിക്കാൻ എന്നോട് പറയരുത്. ഈ നിലക്കല്ലേ നിങ്ങളുടെ ധൈര്യം? എന്നിട്ട് കാന്തപുര ഉസ്താദിന് മാത്രമായി കഴിഞ്ഞത് പടച്ചോന്റെ തൗഫീഖുള്ള ആളാണ്. അങ്ങനെ തൗഫീഖുള്ളവർക്ക് ഇത് കയ്യുള്ളതൊക്കെ വലിയർത്താനും പറയുന്നുണ്ട്. ഒന്ന് കേട്ടോളൂ. കൊട്ടപ്പുറം സംവാദം 3 ദിവസം ആ മനുഷ്യൻ നടത്തി. നമ്മളൊക്കെ കേട്ടതാണ് കേസറ്റ് മുഖേനെങ്കിലും. ആ 3 ദിവസം പുഞ്ചിരിയോടുകൂടെ സംസാരിച്ച് ഒരു ദിവസം പോലും ഒരു പ്രയാസം സദസ്യർക്കോ തന്റെ മുഖാത്തബിനോ സംഭവിക്കാത്ത രൂപത്തിൽ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്ത് അവസാനം മൗലവിമാർക്ക് ദേഷ്യം പിടിച്ച് പ്രശ്നം അലസി. അന്ന് ഇവിടെയുള്ള വലിയ വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്ന ചില ആളുകൾ അവരോട് ഒരു ദിവസമെങ്കിലും വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാനെങ്കിലും പറഞ്ഞതെന്താ? എന്തേ പറഞ്ഞത്? അടച്ചോനെ, ഞാൻ കിതാബിന്റെ ആൾമാർ ഒന്നായിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടിരുന്നാൽ എന്നോടൊന്നും പറയരുത്. കിതാബിൽ ഇൽമില്ല എന്ന് ആർക്കെങ്കിലും ഇഷ്കാലുണ്ടോ? കിതാബിന്റെ ഉള്ളിൽ ഇൽമില്ല എന്ന് ആർക്കെങ്കിലും? കിതാബിന്റെ അല്ലേ ഇൽമുള്ള കിതാബിന്റെ ആൾമാർ കൊടുത്തിട്ട് തരാൻ, മൂപ്പര് കൊടുത്തിട്ട് തരാൻ. പണ്ഡിതന്മാര് പറഞ്ഞതാ. എന്നിട്ട് ആ മനുഷ്യൻ ആ 3 ദിവസവും നിന്ന് കിതാബ് നോക്കിച്ചത് കൊണ്ടൊന്നും വിഷയം പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പ്രത്യേക തൗഫീഖ് വേണം. അപ്പോ എന്താ, കിതാബിന്റെ അലമാര ഞാൻ കൊണ്ടുവച്ചിരുന്നാലും എന്നോട് പറയത് വിഷയാവതരണത്തിന് ധൈര്യത്തിന്റെ ഊക്കാണ് അല്ലേ? എന്നിട്ടോ പടച്ചോന്റെ തൗഫീഖുള്ളവർക്ക് എനിക്ക് കയ്യുള്ളൂ. ആർക്കാ കാന്തപുരത്തിന് വലിയ തൗഫീഖ് ഉണ്ടായിനി? എന്നിട്ടല്ലേ കലക്കി വിട്ടത് അല്ലേ? 4 ദിവസല്ലേ തീരുമാനിച്ചത്, 3 ദിവസം കൊണ്ട് എന്തേ അവസാനിപ്പിച്ചത്? കൗമിന് അടങ്ങിയിരിക്കണം അവനെ ഇളക്കി വിട്ടില്ലേ? അങ്ങനെ പ്രശ്നമുണ്ടായില്ലേ സഹോദരങ്ങളെ? അപ്പോ അതായിരുന്നു അവരുടെ പണ്ഡിതന്മാരുടെ കഥ എന്ന്